വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ്. അപ്പോൾ രാവിലെ എണീറ്റ് നമുക്കൊന്ന് ബ്രഷ് ചെയ്യാം. ഞാനൊന്ന് ബ്രഷൊക്കെ രാവിലെ എണീറ്റ് ഉടനെ ബ്രഷ് ചെയ്യുന്ന ആളൊന്നും അല്ല, ബട്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ട് രാവിലെ എണീറ്റ് ഉടനെ തന്നെ നമുക്ക് ബ്രഷ് ചെയ്ത് ഫേസ് വാഷൊക്കെ ചെയ്ത് ഒന്ന് പാഡ്ര ചെയ്തതിന് ശേഷം നേരെ കിച്ചണിലോട്ട് പോവുക കേട്ടോ. കിച്ചണിൽ വന്ന് ആദ്യം വെള്ളം ചൂടാക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കറക്റ്റ് ചെയ്യുന്നൊരു കാര്യം കേട്ടോ. രാവിലെ തന്നെ കെറ്റിൽ വെള്ളം ചൂടാക്കാൻ വയ്ക്കും. കാരണം ഇപ്പം ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ തണുത്ത വെള്ളം കുടിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം ആദ്യമേ വയ്ക്കുവാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ ചിയ സീഡ് വെള്ളത്തിൽ ഇട്ട് കുടിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചൂടുവെള്ളത്തിന് വേണ്ടിയിട്ട് വയ്ക്കുന്നതാണ്. പിന്നെ ഞാൻ കിച്ചണിൽ വന്ന ഉടനെ 2 ജനൽ തുറന്നിടാറുണ്ട്, ബാക്കിലെ ഡോറും തുറന്നിടാറുണ്ട്. ബാക്കിലെ ഡോർ തുറന്നിടുമ്പോഴത്തേക്ക് ബാക്ക് വ്യൂ നമ്മളത് അടിപൊളിയാട്ടോ. നമ്മുടെ മടവുപാറയൊക്കെ കാണാം. അങ്ങനെ ബാക്ക് വ്യൂ അടിപൊളിയാണ്. അങ്ങനെ അതൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ചിയ സീഡിൻ്റെ വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിട്ട് ഉണ്ടാക്കിയത്, തലേദിവസം ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ഒരു സ്വീറ്റ് ആൻഡ് സ്പൈസി ചിക്കൻ കറി. അങ്ങനെ അതും ഒരു പേരക്കയും ആയിട്ട് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് രാഹു പോയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തായാലും നല്ല ചൂടാണ് ഉച്ചയ്ക്കൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചൊരു പുഡിങ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ജസ്റ്റ് മാംഗോ പുഡിങ് ഉണ്ടാക്കിയതാട്ടോ. വേറെ ഒന്നുമില്ല, പുഡിങ് ആയിട്ടല്ല, ഒരു ഡ്രിങ്ക് പോലെ ആക്കിയതാണ്. ജസ്റ്റ് മാംഗോ പ്യൂരി വെച്ച് ഒരു ജെല്ലി ഉണ്ടാക്കിയതിന് ശേഷം മാംഗോ പ്യൂരിയിൽ പാലൊഴിച്ച് മിക്സ് ചെയ്ത് ചിയ സീഡും മിക്സ് ചെയ്തൊന്ന് ഫ്രിഡ്ജിൽ വെച്ചു. അത് കട്ട് ചെയ്തതിന് ശേഷം, അതായത് ജെല്ലി കട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് ഇതിലോട്ടിട്ടങ്ങ് കഴിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്നൊരു പുഡിങ് നമ്മൾ സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചു. രാഹു വരുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് വരും എന്ന വിശ്വാസത്തോടെ നമ്മളിവിടെ വീഡിയോ നിർത്തുവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. Bye bye from RS Stories.